ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 80,473 ഭക്തരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയത്. പരമ്പരാഗത കാനനപാതയായ പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കാനനപാതയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. കഴിഞ്ഞ ദിവസത്തിനേക്കാളും ശബരിമലയിൽ ഇന്ന് രാവിലെ തൊട്ട് ഭക്തജനനിരക്ക് അത്ര കണ്ട് വലുതല്ലെങ്കിലും ചെറിയ രീതിയിൽ തുടരുകയാണ്. ഇന്ന് രാവിലെ 7 മണി വരെ 20,000-ത്തിലധികം ഭക്തരാണ് മല ചവിട്ടിയത്. ഇപ്പോഴും ക്യൂ കോംപ്ലക്സിലടക്കം തിരക്കുണ്ട്. പക്ഷേ 18-ാം പടി ചവിട്ടുന്ന ഭാഗത്ത് അധികം തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടുകൂടി ഉണ്ടായ അപകടത്തിൽ രണ്ടുപേര് ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനൊപ്പം തന്നെ 5 പേർ, അതായത് 5 പേർക്ക് പരിക്കേറ്റ ആന്ധ്ര സ്വദേശികളായ 5 പേരെ പോലീസിന്റെ സഹായത്തോടുകൂടി ചെങ്ങന്നൂരിൽ നിന്നും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ നിന്നും അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഇന്ന് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഈ ഒരു പുൽമേട് സത്രം വഴിയുള്ള ഈ ഒരു ഭക്തജന തിരക്ക് കൂടുന്നതിനാൽ ആ ഭാഗത്ത് കൂടുതൽ നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ നിരീക്ഷണവും ഏർപ്പെടുത്താനുള്ള പോലീസിന്റെ തീരുമാനമുണ്ട്. ഈ ഒരു കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടും മറ്റ് അസുഖങ്ങളും മറ്റുമുള്ള ഭക്തർ ഈ ഒരു സത്രം പുൽമേട് വഴിയുള്ള ആ വഴി വരരുതെന്നും ഈ ഒരു നിലയ്ക്കൽ പമ്പ വഴി ശബരിമലയിലേക്ക് എത്തണമെന്നൊരു പോലീസിന്റെ നിർദ്ദേശമുണ്ട്. കാരണം ശാരീരിക ബുദ്ധിമുട്ട് അടക്കം നേരിടുന്നവർക്ക് ചികിത്സാ സഹായം അടക്കം ലഭിക്കാൻ കാലതാമസവും കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കാനുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും തിരക്ക് തുടരാനാണ് സാധ്യത. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ഇനിയിപ്പോൾ കേരളത്തിൽ നടക്കുന്ന മലയാളി സ്വാമിമാരടക്കം കൂടുതൽ സന്നിധാനത്തേക്ക് എത്താനാണ് സാധ്യത. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്.